ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും TGS യൂട്യൂബ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു ആനിമേഷൻ വീഡിയോ നമുക്ക് സിമ്പിളായിട്ട് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഡൊറാട്ടൂൺ എന്ന് പറയുന്ന ഒരു ആനിമേഷൻ നമ്മൾ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സൈനപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സൈനപ്പ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ജസ്റ്റ് ട്രൈ ഇറ്റ് ഫ്രീ എന്നുള്ള ആ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വഴി നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഓരോ ടെംപ്ലേറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ന് സൈനപ്പ് ചെയ്യുന്ന അന്നത്തെ ഒരു ദിവസം, അതായത് അത് കഴിഞ്ഞിട്ടുള്ള 24 മണിക്കൂർ നിങ്ങൾക്ക് ടോട്ടൽ ഫ്രീ ആണ്. നിങ്ങൾക്ക് എത്ര വീഡിയോ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. 24 മണിക്കൂർ നിങ്ങൾക്ക് ടോട്ടൽ ഫ്രീ ആണ്. അതിൻ്റെ ടൈമർ റൺ ആകുന്നത് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഡേയും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ബോണസായിട്ട് നെക്സ്റ്റ് ഡേയും ഫ്രീ ആയിട്ട് കിട്ടും. അതായത് 2 ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വേറെ ജിമെയിൽ ഐ ഡി യൂസ് ചെയ്താൽ മതി. വേറെ ജിമെയിൽ ഐ ഡി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ തന്നെ 2 ദിവസം ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമുക്കിവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ നോക്കി കഴിഞ്ഞാൽ തുടക്കം തന്നെ നിങ്ങൾക്ക് ഇവിടെ ടെംപ്ലേറ്റ്സ് കാണാൻ സാധിക്കുന്നതാണ്. ഇതിനകത്ത് ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് നോക്കുക. പ്രോ വെർഷൻ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റ്സ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എങ്ങനത്തെ വീഡിയോ ആണ് എഡിറ്റ് ചെയ്യേണ്ടത്, അതായത് എങ്ങനത്തെ എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള വീഡിയോ ആണെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പം ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യുക. ഫുള്ളായിട്ട് കസ്റ്റമൈസ് ചെയ്യുക. ഈ പേജ് ക്യാരക്ടറെ മാറ്റാം, എലമെൻറ്റിനെ മാറ്റാം, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം, ടെസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാം, അങ്ങനെ എല്ലാ കാര്യവും. അപ്പോൾ ആദ്യം ഞാനിവിടെ ടെസ്റ്റ് മാറ്റുവാണ്. ടെസ്റ്റ് മാറ്റിയിട്ട് ശേഷം നമ്മൾ സ്വന്തമായിട്ട് ഒരു ടെസ്റ്റ് കൊടുത്തു. ഇനിയിപ്പോൾ അതിൻ്റെ സൈസ് നമുക്ക് കുറയ്ക്കാം. സൈസ് കുറയ്ക്കാൻ വേണ്ടി ഇവിടെ ടെസ്റ്റ് എന്നുള്ള ആ സൈഡിലുള്ള ഓപ്ഷനിൽ സൈസ് ഡിക്രീസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ സൈസ് കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ മാറ്റാൻ നോക്കാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള സൈഡിലുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇവിടെ ഓരോ കാറ്റഗറി അനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അത് വെക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രിവ്യൂ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. അതിനുശേഷം ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മുടെ ആ പേജിലേക്ക് ഓട്ടോമാറ്റിക് ഫിറ്റായിട്ട് ആഡായി വരുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഏതെങ്കിലും ഓണം സെലക്ട് ചെയ്ത്, അപ്പോൾ ഞാൻ ഇവിടെ ഓണം സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് വന്ന് ഇനിയിപ്പോൾ നമുക്ക് ഓരോ എലമെൻറ്റ് മാറ്റാം, ചേഞ്ച് ചെയ്യാം. അവിടെ ഞാനിപ്പം ആ ബാറ് താഴത്തേക്ക് കൊണ്ടുവന്ന് അതുപോലെ തന്നെ ആ ക്യാരക്ടറിനെ താഴത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ക്യാരക്ടർ വേണമെങ്കിലും ഇതിനകത്ത് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ എലമെൻറ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാരക്ടർ ആണെങ്കിൽ പോലും പുതിയ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മളിത് ഡൗൺലോഡ് ചെയ്യുമ്പം അതിൻ്റെ ഒപ്പം ഇതിനകത്ത് മ്യൂസിക് ഉൾപ്പെടെയാണ് ഇതിനകത്ത് വരുന്നത്. വാട്ടർമാർക്ക് ഉണ്ട്, അത് നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്ത് വേണമെങ്കിൽ കളയാൻ സാധിക്കുന്നതാണ്. പിന്നെ സൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് നിങ്ങൾ എന്തെങ്കിലും ഇതിനകത്ത് ഉൾപ്പെടുന്ന സൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 11 ലാബ് പോലത്തെ ഒരുപാട് സൈറ്റുകളുണ്ട്. നർക്കിത്, 11 ലാബ്, ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സീനിൽ 2ാമത്തെ പേജിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 2ാമത്തേത് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഹെഡിങ് മാറ്റുവാണ്. ഹെഡിങ് മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് ഹെഡിങ്ങാണ് ആഡ് ചെയ്യേണ്ടത് ആ ഹെഡിങ് ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചാണോ നിങ്ങൾക്ക് എഴുതേണ്ടത്, അതിനെ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ChatGPT സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് വെൽക്കം ടു എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഞാൻ ഒരു ഇത് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു പാരഗ്രാഫ് ആഡ് ചെയ്ത് അതിനുശേഷം അതിൻ്റെ സൈസ് എനിക്ക് സൈസ് കുറയ്ക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എലമെൻറ്റ്സ് അവിടെ എന്തെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ എലമെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുന്ന നേരത്തെ തന്നെ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ വരും. ഡിലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. അതുപോലെ നിങ്ങൾ ഈ ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രിവ്യൂ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് നോക്കാം. നോക്കിയിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ്. അപ്പം നമ്മുടെ 2ാമത്തെ പേജും റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 3ാമത്തെ പേജിലേക്ക് പോകാം. അവിടെ തന്നെ നിങ്ങൾക്ക് 3ാമത്തെ പേജ് കാണാൻ സാധിക്കുന്നതാണ്, സീൻ എന്നുള്ള അവിടെ തന്നെ. അപ്പോൾ 3ാമത്തെ പേജ് വന്ന ശേഷം നമുക്കൊരു ക്യാരക്ടർ ആഡ് ചെയ്യാം. അതിനുവേണ്ടി സൈഡിൽ ക്യാരക്ടർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ക്യാരക്ടർ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് ഒരുപാട് ക്യാരക്ടർ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിലേതെങ്കിലും ഒരു ക്യാരക്ടറെ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡിഫറൻറ്റ് മോഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. മൂവ്മെൻറ്റ് എങ്ങനെയൊക്കെയുള്ള മൂവ്മെൻറ്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു ക്യാരക്ടറിനോട് ആഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അത് ഏത് പ്ലേസിൽ കൊണ്ട് വെക്കണം എന്ന് നിങ്ങൾക്ക് അത് ഡ്രാഗ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇതിനകത്തിപ്പം നിങ്ങൾക്ക് ടെസ്റ്റ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആ ഏത് ടെസ്റ്റാണ് വേണ്ടാത്ത അതേ കൊണ്ട് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരിതാണ്. നിങ്ങൾക്ക് വീഡിയോക്കിടയ്ക്ക് എന്തെങ്കിലും ആനിമേഷനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ടൂൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കൊരു ഫുൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുവഴി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വളരെ സിമ്പിളായിട്ട് തന്നെ സാധിക്കുന്നതാണ്. അതുപോലെ ടെംപ്ലേറ്റ്സ് ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ടെംപ്ലേറ്റ്സ് ഇതിനകത്ത് ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആണ്.
അതിനുശേഷം ഇനിയിപ്പം നമുക്കിത് ഡൗൺലോഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ചാറ്റ് ജി പി ടി നിങ്ങൾ യൂസ് ചെയ്ത ശേഷം ഓരോ പ്രോംപ്റ്റ് നിങ്ങൾക്ക് എന്ത് പ്രോംപ്റ്റാണ് വേണ്ടത് അത് നിങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ ചാറ്റ് ജി പി ടി യൂസ് ചെയ്താണ് മിക്ക പ്രോംപ്റ്റ് കൊടുത്തിട്ടാണ് ഓരോ ഇതും ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ജനറേറ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതിനുശേഷം അത് നമുക്ക് ഇവിടെ കൊണ്ട് നമ്മുടെ ഈ പേജിൽ കൊണ്ട് നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം പബ്ലിഷ് എന്നുള്ള ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിലുള്ള പബ്ലിഷ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ MP4 ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് MP4 ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി ഇവിടെ താഴെയുള്ള എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യാൻ നേരത്ത് അത് ഫുൾ 100% ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. അതുപോലെ പ്രിവ്യൂ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിവ്യൂ നടത്താൻ സാധിക്കുന്നതാണ്. പ്രിവ്യൂ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസിനെ കുറിച്ച് കൂടുതൽ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. ഞാൻ AI ടൂളിനെ കുറിച്ച് തീർച്ചയായും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്.